നമസ്കാരം. നമ്മൾ ഇന്ത്യയിൽ മൊത്തത്തിലും കൂടാതെ ഇപ്പോൾ കേരളത്തിലും അതിശക്തമായ ഒരു കൊടുങ്കാറ്റിങ്ങനെ ആഞ്ഞടിക്കുകയാണ്. എന്താ? തിരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് അവരെ ജയിപ്പിച്ചെടുക്കുന്നു. അതിന് ഇന്ന മാർഗങ്ങളാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്, ഇന്നതായ കാര്യം ഞങ്ങളിതാ വെളിപ്പെടുത്തുന്നു, ഇതൊക്കെയാണ് പറയുന്നത്. ഓക്കെ, എല്ലാം ശരിയാണ്, തെറ്റാണെന്ന് ആരും പറയില്ല. പക്ഷേ ഇപ്പോഴിത് പറഞ്ഞ് ഈ കോലാഹലങ്ങൾ ഉണ്ടാക്കുന്ന ആറാട്ടുകൾ നടത്തുന്ന വ്യക്തികളോട് ചില കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. കാരണം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനും ആ സമയത്ത് തന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ 2 വീഡിയോ അത് സംബന്ധിച്ചിട്ടിരുന്നു, ഒരു പോസ്റ്റും ഞാൻ അത് സംബന്ധിച്ചിട്ടിരുന്നു. അതിനകത്ത് പറഞ്ഞിരുന്നത് ഇതാണ്: ബാലറ്റ് പേപ്പർ വഴി തിരഞ്ഞെടുപ്പ് നടത്താൻ സമ്മതമല്ല എങ്കിൽ ഇന്ത്യ മുന്നണി എന്നൊരു മുന്നണി രൂപപ്പെട്ടിരിക്കുമ്പോൾ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഒന്നിച്ച് നിന്നുകൊണ്ട് ഞങ്ങൾ ഇന്ത്യയിൽ മെഷീൻ വഴി തിരഞ്ഞെടുപ്പ് നടത്താൻ അനുവദിക്കില്ല എന്നും വോട്ട് തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുന്നു എന്നും പ്രഖ്യാപിക്കാനുമുള്ള ആർജവം കാണിക്കണമെന്നാണ് പറഞ്ഞത്. ഒപ്പം ജനങ്ങളെ കൂടെ കൂട്ടി വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നമ്മൾ സുപ്രീം കോടതിയിലും ഈ സംബന്ധിച്ച നിയമ പോരാട്ടം തുടരണം. അതാണ് ഞാൻ ആവശ്യപ്പെട്ടിരുന്നത്. 19 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 19 മെയ് 27 ഒരു പോസ്റ്റ്, അതിന് മുമ്പ് 2 വീഡിയോ ഞാൻ ഇട്ടിരുന്നതാണ്. പിന്നീട് അവിടെ കാണാൻ കഴിഞ്ഞ എന്താ, ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞ് വലിയ പൊങ്ങാച്ചം പറഞ്ഞുണ്ടാക്കിയൊരു മുന്നണിയാണ്. എന്താ അതിന് സംഭവിച്ചത്? അവിടെ എല്ലാവരും വലിയേറ്റം കളിക്കുകയായിരുന്നു. ഞാനാണ് മൂപ്പൻ, അതിൻ്റെ തലപ്പത്ത് വരാൻ ഞാനാണ് യോഗ്യനെന്നും പറഞ്ഞ് തമ്മിത്തല്ലി അവസാനം അത് തല്ലി പിരിഞ്ഞു. എന്ത് ലക്ഷ്യത്തിലുണ്ടാക്കിയോ അതൊന്നും അവിടെ ലക്ഷ്യത്തിലേക്ക് എത്തിയില്ല. അവിടെ എന്താ അവസാനം സംഭവിച്ചത്? മണ്ണും ചാരി എന്നും പെണ്ണും കൊണ്ട് പോയെന്ന് പറഞ്ഞ പോലെ BJP അവിടെ വിജയം വരിച്ചു. ഇവർ തമ്മിത്തല്ലി എല്ലായിടത്തും വിഭജിച്ച് മാറി മാറി നിന്ന് മത്സരിച്ചുള്ള വോട്ടും കൂടെ കളഞ്ഞു. അതിന് BJP അല്ല കുറ്റക്കാർ, നിങ്ങളാ കുറ്റക്കാർ. അന്നും ഞാൻ എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്: BJP ബുദ്ധി കൊണ്ടാണ് കളിക്കുന്നത്, നിങ്ങൾ മണ്ടത്തരം കൊണ്ടാണ് കളിക്കുന്നതെന്ന്. അത് അർത്ഥവത്താണ്. BJP വളരെ തന്ത്രപരമായും ബുദ്ധിപരമായും കാര്യങ്ങൾ നീക്കിയപ്പോൾ നിങ്ങളെ മണ്ടന്മാരായി തമ്മിത്തല്ലി പോരടിച്ച് നിങ്ങൾ പോയി എല്ലായിടത്തും മത്സരിച്ച് എല്ലാം കുളമാക്കി. ഇതിലാരാ ബുദ്ധിശാലി? എന്നിട്ട് ഇപ്പോഴാണ് നിങ്ങൾക്ക് ബോധം വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പരിഹാസ്യമാണ്. ഇത്രയും വലിയൊരു മുന്നണി ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞെങ്കിൽ അത് വളരെ കൃത്യതയോടുകൂടി സമയബന്ധിതമായിട്ട് ചെയ്യേണ്ടതായ കാര്യക്ഷമമായ നടപടികൾ ചെയ്യണമായിരുന്നു. കാരണം ഈ രാജ്യത്ത് ജനങ്ങളുടെ പൗരാവകാശങ്ങളാണ് വോട്ടവകാശം എന്ന് പറയുന്നത്. ഇവിടുത്തെ ഭരണഘടന നിലനിർത്തേണ്ടത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ ഉത്തരവാദിത്തമായിരുന്നു. നിങ്ങളതും വിട്ടുവീഴ്ച ഉണ്ടാക്കി. കൃത്യമായ സമയത്ത് ഇടപെടാത്തത് കൊണ്ട് ഇവിടുത്തെ ഭരണഘടന അട്ടിമറിക്കപ്പെട്ടു. ജനങ്ങളുടെ എല്ലാം പൗരാവകാശങ്ങൾ അട്ടിമറിക്കപ്പെട്ടു. തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെന്ന് പറഞ്ഞാൽ അവർ പറയുന്നതായി അവരുടെ വോട്ട് ഈ രൂപത്തിലേക്ക് പോയി ഇല്ലേ? നമുക്കറിയാം, ഇലക്ഷൻ കമ്മീഷൻ തന്നെ എവിടേക്കാണ് പോയി നിൽക്കുന്നത്? ഞാനും സുഭദ്രയും തട്ടാനും അല്ലേ? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ പോലും ഒഴിവാക്കി. അതായത് തമ്പുരാൻ പറയുകയാണ്, ഞാനാണ് ഇതിൻ്റെ ഭാര്യ, സുഭദ്രയാണ്, അവൾക്ക് സ്വർണം പണിയാൻ തട്ടാൻ എന്ന് പറഞ്ഞ അവസ്ഥയിലല്ലേ ഇന്നിപ്പം ഇലക്ഷൻ കമ്മീഷൻ? ആ ഒരു രൂപങ്ങളൊക്കെ നടക്കുമ്പോഴും അതിനെതിരെ കൃത്യമായ പ്രക്ഷോഭങ്ങളോ നിയമ നടപടികളോ ഒന്നും ചെയ്യാതെ തോറ്റ് തുന്നം പാടിയിരിക്കുമ്പോൾ ആ യോദ്ധായിലെ ഒരു രംഗം ഓർമ്മ വരുന്നത്. വന്നിട്ടുണ്ട് നിൻ്റെ മോൻ എന്ന് പറഞ്ഞൊരു ഒടുവിൽ ഉണ്ണികൃഷ്ണൻ പറയുന്നൊരു രംഗമുണ്ടല്ലോ, തോറ്റു തുന്നം പാടി. അങ്ങനെ തോറ്റ് തുന്നം പാടിക്കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് തലയ്ക്ക് വെളിവ് വന്നതല്ലേ? ഇത് 19 എന്താ ചെയ്യാൻ തയ്യാറായില്ല, ഇനിയിപ്പോൾ ഉണ്ടാക്കി പ്രക്ഷോഭങ്ങൾ വരുന്നു. കുറേ പാർട്ടികൾ ഇലക്ഷൻ കമ്മീഷൻ്റെ മുന്നിലേക്ക് പരാതി കൊടുക്കാൻ ആറാട്ട് നടത്തുന്നു. രാഹുൽ ഗാന്ധി വിദഗ്ധമായ ക്ലാസുകൾ, കണക്കുകൾ എഴുതി ചേർത്ത് കാണിച്ചുകൊണ്ട് നടത്തുന്നു. ഇതെല്ലാം കഴിഞ്ഞേച്ച് വീണ്ടും പൊട്ടം കളിക്കാനാണെങ്കിൽ നിങ്ങളിത് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇവിടുത്തെ ജനങ്ങൾ ഈ അടിമത്തത്തിന് കീഴിൽ പോകേണ്ടി വരും. ഇനി അതല്ല, കൃത്യമായ നിയമ നടപടികളിലൂടെയും പ്രക്ഷോഭങ്ങളിലൂടെയും രാജ്യത്തെ രക്ഷിക്കാൻ, ജനാധിപത്യം പുനഃസ്ഥാപിക്കാനും ഇവിടുത്തെ ഭരണഘടന
അതിശക്തമായി നിലനിൽക്കണമെന്ന ആഗ്രഹത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങളാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇത് ഇന്ത്യ മുഴുവൻ വ്യാപിക്കുന്ന വലിയൊരു പ്രക്ഷോഭമായി മാറുന്ന ഒരു സ്വാതന്ത്ര്യ സമരമായി മാറേണ്ടിയിരിക്കുന്നു. കാരണം നമ്മൾ 47 സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ജനങ്ങൾ എങ്ങനെയാണോ സായിപ്പന്മാർക്കെതിരെ പ്രക്ഷോഭം നടത്തേണ്ടി വന്നോ എന്ന് അതേ രൂപത്തിൽ തന്നെ ഇന്ത്യയിലെ കറുത്ത സായിപ്പന്മാർക്കെതിരെ പ്രക്ഷോഭം നടത്തി സ്വാതന്ത്ര്യം പിടിച്ചെടുക്കേണ്ടതായ ഒരു അവസ്ഥയാണ് ഇന്ന് രാജ്യത്ത് വന്നിരിക്കുന്നത്. അങ്ങേറ്റം മോശപ്പെട്ട 70 വർഷം മുമ്പ് നടന്ന നീചകൃത്യങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. 70 വർഷത്തിന് ശേഷവും 75 വർഷത്തിന് ശേഷവും അതിനേക്കാൾ മോശപ്പെട്ട നീചകൃത്യങ്ങളാണ് ഈ രാജ്യത്ത് നടക്കുന്നതെന്ന് പറയുമ്പോൾ അത് സംരക്ഷിക്കാൻ ഈ വലിയേട്ടന്മാരാണെന്ന് പറയുന്ന ആൾക്കാർക്ക് എന്തേ കഴിയാതെ പോണു? വിലയിരുത്തേണ്ടത് അതൊക്കെയാണ്. വോട്ടിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിമറി നടത്തി എന്നുള്ള കള്ളത്തരങ്ങളും ഒക്കെ ചൂണ്ടിക്കാണിച്ച് മാത്രം പോയാൽ പോരാ. ഈ അടിസ്ഥാന വിഷയത്തിൽ ഊന്നി ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് വാഴ്ച നടപ്പാക്കിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങളും നിയമ നടപടികളും അടിയന്തരമായിട്ടുണ്ടാവണം. അല്ല എങ്കിൽ ഇനിയും മണ്ണും ചാരി നിന്നും പെണ്ണും കൊണ്ടുപോകും. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ പറഞ്ഞ ഒരു രാഷ്ട്രീയക്കാരന് ഇവിടെ കൊടി പിടിച്ച് നാട്ടുകാരുടെ മുമ്പായി വന്ന് നിൽക്കരുത്. നിങ്ങൾക്കതിന് യോഗ്യതയില്ല എന്ന് പറയേണ്ടി വരും. പിഴവുകൾ പറ്റി. ആ പിഴവുകൾ ഇനി ഇപ്രാവശ്യമെങ്കിലും തിരുത്തണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. 19 നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. ഇനിയെങ്കിലും ആ പിഴവുകളുണ്ടാകാതെ നമ്മളെ മറ്റുള്ള BJP സംഘപരിവാർ ഇതൊന്നും മുതലെടുക്കാതിരിക്കാൻ. ഇപ്പോൾ കണ്ടില്ലേ ഇവിടെ നടക്കുന്ന കൂത്താട്ടങ്ങൾ? കേരളത്തിലെ ഒരു ഗവർണർ വന്ന് കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന വർഗീയമായ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇത് വളരും അതിശക്തമായിട്ട്. ഇവിടെ മാത്രമല്ല, ഇന്ത്യ ഒട്ടാകെ. അപ്പോൾ അതിന് അടിയന്തരമായ ഈ നടപടികളുണ്ടാവണം. ഇനിയെങ്കിലും ഞാനാണ് മൂപ്പൻ എന്ന് പറഞ്ഞുള്ള ആ മൂപ്പൻ കളി മാറ്റിവെച്ചിട്ട് രാജ്യത്തിന് വേണ്ടി നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് വരണം. അതിന് തയ്യാറാവണം എന്നുള്ളതാണ് ജനങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നത്. ആണെങ്കിൽ നിങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യും. അല്ലെങ്കിൽ നിങ്ങളൊക്കെ കാണിക്കുന്ന കോമാളിത്തരം കണ്ടിട്ട് നിങ്ങൾക്ക് കോമാളിയാണെന്ന് മുഖത്ത് നോക്കി പറയും ഇന്ത്യയിലെ ജനങ്ങൾ. അതിലേത് വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വരണം എന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം. ഞാൻ ജെയിംസ് കളത്തിൽ, മൂവാറ്റുപുഴ.